$400 ബില്യൺ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യത്തെ നിയന്ത്രിച്ചിരുന്ന രത്തൻ ടാറ്റ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായവരുടെ പട്ടികയിൽ ഇല്ലാത്തത്? ടാറ്റ ഗ്രൂപ്പിന്റെ വരുമാനത്തിന്റെ 65%-ലധികവും ടാറ്റ ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഗ്രാമവികസനം, ക്യാൻസർ പരിചരണം എന്നിവയാണ് ടാറ്റയുടെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. മറ്റു പല ശതകോടീശ്വരന്മാരെക്കാൾ വ്യത്യസ്തമായി ടാറ്റ സൺസിൽ രത്തൻ ടാറ്റയ്ക്ക് 1%-ൽ താഴെ മാത്രമേ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടാറ്റയെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതല്ല, തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കുന്നുവെന്നതാണ്. ടാറ്റ ഗ്രൂപ്പിന് 1 ദശലക്ഷത്തിലധികം ജീവനക്കാരുണ്ട്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു സംഭാവനയാണ്. 50,000-ൽ താഴെ ജീവനക്കാരുള്ള അദാനി ഗ്രൂപ്പുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ TCSന് മാത്രം 6 ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് മുതലാളിമാരിൽ ഒരാളായിരുന്നതിന് ശേഷവും രത്തൻ ടാറ്റ ഏറ്റവും ധനികരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. കാരണം അദ്ദേഹം തന്റെ ജീവിതം നയിച്ചത് യഥാർത്ഥ സമ്പത്ത് നിങ്ങൾ നൽകുന്നതാണ് എന്ന തത്വത്തിലാണ്.